നമ്മളൊരു നേരത്തെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ടോ? വിശപ്പ് അതനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ വേദന അറിയുകയുള്ളൂ. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് ബെന്യാമിൻ തന്റെ ആടുജീവിതത്തിൽ പ്രതിപാദിച്ചത് നമ്മൾ വായിച്ചതും കേട്ടതുമൊക്കെയല്ലേ? അതുപോലെയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ചേരി പ്രദേശങ്ങളിലും ജീവിക്കുന്ന ഈ കുടുംബങ്ങളുടെയും അവസ്ഥ. ഇവരെല്ലാ ദിവസവും നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന സമയമെന്നില്ല, ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ വരവും കാത്ത് അവരിങ്ങനെ നിൽക്കുകയാണ്. പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് വിദ്യാഭ്യാസം. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വൺ ക്യാൻ ഷെയർ ദാറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആയതിനാൽ നാം ഇവർക്ക് നൽകുന്നത് ഭക്ഷണം മാത്രമല്ല, നാളെയുടെ വലിയൊരു പ്രതീക്ഷയും കൂടെയാണ്. കാരണം ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. ഈ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പഠിക്കാൻ വരുന്നവരുമുണ്ടാകും. അതിലുപരി ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ക്ലാസ്സിന് വന്നാൽ കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് പല കുട്ടികളും അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തിപ്പെടുന്നത്. ഇങ്ങനെ എത്തിപ്പെട്ട ഓരോ കുട്ടിയെയും അവരുടെ വീടുകളിൽ പോയി അവരെ മാതാപിതാക്കളെ കണ്ട് എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് വരണമെന്നും കഴിയുന്ന രീതിയിൽ അവരുടെ രേഖകളെല്ലാം വാങ്ങിക്കൊണ്ടുമാണ് നമ്മുടെ ക്ലാസ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കൊണ്ട് വളരുന്ന നമ്മുടെ മക്കൾക്കും നമ്മുടെ അനുജന്മാർക്കും ഒരു ദിവസമെങ്കിലും ഇവരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനെങ്കിലും നമ്മൾ അവസരം ഒരുക്കി കൊടുക്കണം. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ്. തുടർന്നുള്ള വിശേഷങ്ങൾ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ഉത്തരേന്ത്യയുടെ വ്യത്യസ്ത ഗ്രാമങ്ങളിലേക്കും ചേരികളിലേക്കുമാണ് യാത്ര. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ